നമ്മളെ ആസിഫ് അലി നായകനായി ഇന്ന് തിയേറ്ററിലെത്തിയ രേഖാചിത്രം എന്ന് പറയുന്ന മൂവി കണ്ടുവന്ന് ഇരിക്കുകയാണ്. ഈ ഒരു സിനിമക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പ്രധാന കാരണം ആദ്യമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എഐ ഉപയോഗിച്ചിട്ട് ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടറായി വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മമ്മൂക്ക എന്നുള്ള വിവരം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും ഈ ഒരു സിനിമ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എഐ ഉപയോഗിച്ചിട്ട് മലയാളത്തിൽ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവും, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. പിന്നെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ് ചെയ്യുന്നത്. അതെങ്ങാനും പാളിപ്പോയാൽ നല്ല രീതിയിലുള്ള ട്രോള് വരും ചെയ്യും. പക്ഷേ എഐ ഉപയോഗിച്ച് ആ സെറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് വേറെ ലെവൽ ക്വാളിറ്റിയിൽ അതവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വലിയ കയ്യടി തന്നെ കൊടുക്കണം. ഗംഭീരമായിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. പ്രസന്റ് കാലഘട്ടത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ ഒരു കാരണം അന്വേഷിച്ച് 1985 കാലഘട്ടത്തിലേക്ക് പോകുന്നതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഇടയ്ക്ക് പ്രസന്റ് കാലഘട്ടത്തിലേക്ക് വരും, ഇടയ്ക്ക് ഫ്ലാഷ് ബാക്കിലേക്കും പോകും ഈ ഒരു സിനിമ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമാ ലൊക്കേഷനിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ആ കുട്ടിക്ക് ആ ഒരു ലൊക്കേഷനിൽ കാതോട് കാതോരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് എന്താണ് സംഭവിച്ചത് ആർക്കും അറിയില്ല. ഈ ഒരു കുട്ടീനെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. 1985 എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രസന്റ് കാലഘട്ടം നോക്കുന്ന സമയത്ത് ഏകദേശം 40 വർഷത്തോളമായി ഈ ഒരു കുട്ടിയുടെ മിസ്സിങ്ങും കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ ഒരു സീറോ തെളിവും ഇല്ലാത്തടത്തുനിന്ന് എങ്ങനെയാണ് ആ ഒരു കുറ്റവാളിയിലേക്ക് എത്തുന്നത് എന്നും അതോടൊപ്പം തന്നെ ഈ കുറ്റവാളിയെ ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ആ കുറ്റവാളിയെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. തെളിവ് വേണം എല്ലാത്തിനും. അപ്പോൾ ഇങ്ങനെ തെളിവെല്ലാം ശേഖരിച്ച് കുറ്റവാളി അവർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ തന്നെ മുന്നേ റിലീസായ കിഷ്കിന്ത കാണ്ഡം എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു ആ ഒരു ചിത്രത്തിൻ്റെ. പക്ഷെ അതുപോലത്തെ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല ഈ ഒരു സിനിമക്കുള്ളത്. പക്ഷെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തി ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ എൻഡിങ്ങിൽ മമ്മൂക്കയുടെ ഒരു 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 സിഗ്നേച്ചറൊക്കെ ഞാൻ പറയില്ല അതിനെക്കുറിച്ച്. ആ വയസ്സിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു സാധനം വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കിക്ക് എനിക്ക് കിട്ടി. പിന്നെ ഈ ഒരു സിനിമയിൽ മമ്മൂക്കയെ എഐ ഉപയോഗിച്ച് ചെയ്ത് വെച്ചത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നല്ല ക്വാളിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചത് ആസിഫ് അലി. ആസിഫ് അലി എന്ന നടനെ ഇപ്പോൾ ഏത് പൊട്ടിപ്പാളീസായ സിനിമ എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈ അടുത്ത കാലത്ത് എല്ലാം ഗംഭീരമാണ്. ഇപ്പോൾ കിഷ്കിന്ത കാണ്ഡം എന്ന സിനിമയിൽ ആസിഫ് അലി എങ്ങനെയാണോ അഭിനയിച്ചത്, ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റിയാണ് ഈ രേഖാചിത്രം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അനശ്വര രാജൻ തൻ്റെ കഥാപാത്രത്തെ മോശമല്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ ജഗദീഷ് ചെറിയൊരു സീനിൽ വന്ന് പോകുന്നുണ്ട്, അത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മനോജ് കെ ജയൻ, കുറേ നാളായി മനോജ് കെ ജയൻ എന്ന താരത്തെ കണ്ടിട്ട് അദ്ദേഹത്തെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് കാര്യങ്ങളെല്ലാം കുറവാണ്, ലുക്ക് കൊണ്ട് അദ്ദേഹം ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്, മനോജ് കെ ജയൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ ഒരു പുള്ളിക്കാരി, അന്യായ പെർഫോമൻസ്. ഈ ഒരു സിനിമയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ആ പുള്ളിക്കാരിയാണ്. ഗംഭീരം. പിന്നെ ചിത്രത്തിൽ നിശാന്ത് സാഗർ, ഇന്ദ്രൻസ്, സിദ്ദീഖ്, ഡയറക്ടർ കമൽ ഇവരെല്ലാം വന്ന് പോകുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഗംഭീരമായിട്ടുള്ളത് എക്സലൻറ്റ് പെർഫോമൻസ്. ഇതുവരെ അവർ ചെയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസ് എന്നൊന്നും ഇതിൽ പറയാൻ വേണ്ടി പറ്റില്ല. തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നത് 2025 ആദ്യ ഹിറ്റ് ആവാനുള്ള എല്ലാവിധ ചാൻസും നമ്മുടെ രേഖാചിത്രം എന്ന സിനിമയിൽ കാണുന്നുണ്ട്. ഈ ഒരു പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാനിതിങ്ങനെ എന്താ ഇപ്പം ചെയ്യുക, ഇങ്ങനെ എടുക്കാതെ നിന്ന് പിന്നെ ഈ കോൾ ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇങ്ങനെ ഇറങ്ങി കിടക്കല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പടം ശരിക്കും ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചത്. അത്രയും നല്ല രീതിയിൽ നമ്മളെ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വലിയ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട.
സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കെന്താണ് പടം കണ്ടിട്ട് തോന്നിയത്? ജസ്റ്റ് ഒന്ന് കമന്റിലായിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.